നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തിനെതിരെ പ്രതിരോധമുയർത്തി തൃശൂർ അതിരൂപത ടൗൺ ഹാളിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും വിശ്വാസികളെയും അണിനിരത്തി പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. തൃശൂരിൽ നടക്കുന്നത് UNA സ്പോൺസേഡ് പൊറാട്ട് നാടകമെന്ന് ബിഷപ്പ് മാർ ജോസ് പുളിക്കൻ. ക്ഷേത്രഭരണത്തിൽ കോടതികളുടെ ഇടപെടലിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം മന്ത്രി K മുരളീധരൻ. ശബരിമലയിൽ ഏത് പൂവ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. എല്ലാ കാര്യത്തിലും കോടതി ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മുരളീധരൻ. ഗുരുവായൂരിൽ 76-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ബലാത്സംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന പോലീസ്. കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് മദ്യപാന സദസ്സിലെ വെളിപ്പെടുത്തൽ. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി തമിഴഴകനാണ് മരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ തകർത്ത് അർജന്റീന സെമി ഫൈനലിൽ. നോർവേയുടെ കുതിപ്പിന് വിരാമമിട്ട് അവസാന 4-ൽ ഇടം നേടി ഇംഗ്ലണ്ട്. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. അർജന്റീനയ്ക്ക് എതിരാളികൾ ഇംഗ്ലണ്ട്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കൂട് നിയന്ത്രണം വിട്ട ആംബുലൻസ് ഇടിച്ച അപകടം. 3 പേർക്ക് പരിക്കേറ്റു. കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. വിശദാംശങ്ങളിലേക്ക്. തൃശൂരിൽ നടക്കുന്നത് നഴ്സിംഗ് സമരമല്ല, UNA സ്പോൺസേഡ് പൊറാട്ട് നാടകമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൻ പറഞ്ഞു. UNA സമരത്തിന്റെ മറവിൽ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെ വിശ്വാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ സംഗമം നഴ്സുമാർക്കെതിരെയല്ല, മറിച്ച് വിധ്വംസക ശക്തികൾക്കെതിരെയാണെന്നും ബിഷപ്പ് പറഞ്ഞു. സാധാരണക്കാർക്ക് കൈത്താങ്ങാവുന്ന കേരളത്തിലെ 2 പ്രഗത്ഭ മെഡിക്കൽ കോളേജുകളെ തകർക്കാൻ ചില ശക്തികൾ ഇറങ്ങിത്തിരിക്കുകയാണ്. യാതൊരു നോട്ടീസും നൽകാതെ ICUവിൽ കിടന്നവരെ പോലും ഇട്ടെറിഞ്ഞ് നഴ്സുമാർ പോയത് അംഗീകരിക്കാനാവില്ലെന്നും മാർ ജോസ് പുളിക്കൻ പറഞ്ഞു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. സഭയെ തകർക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നഴ്സുമാരെ മുൻനിർത്തി UNA സംഘടനയുടെ മറവിൽ അദൃശ്യമായ ഒരു ശക്തി നിലകൊള്ളുന്നു എന്നത് നമ്മെ ഭയപ്പെടുത്തുന്നുവെന്നും മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജൂബിലി മിഷൻ ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ, അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ, തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, സിറോ മലബാർ സഭാംഗം PA ലാസർ, സിസ്റ്റർ ജോളി ചിറ്റിലപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും വൈദികരും കന്യാസ്ത്രീകളും പ്രതിരോധ സംഗമത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. ക്ഷേത്രഭരണത്തിൽ കോടതികളുടെ ഇടപെടലിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം മന്ത്രി K മുരളീധരൻ. ശബരിമലയിൽ ഏത് പൂവ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. എല്ലാ കാര്യത്തിലും കോടതി ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും മുരളീധരൻ ചോദിച്ചു. വടക്കുംനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് മുറിച്ചുമാറ്റിയ ആൽമരത്തിന് പകരം പുതിയ ആൽമരത്തായി നട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്ഷേത്രഭരണത്തിൽ എല്ലാ കാര്യത്തിലും കോടതിയുടെ ഇടപെടലാണ്. ഓരോരോ വിവാദമുണ്ടാക്കുന്നത് നല്ലതല്ല. ശബരിമലയിൽ ദേവസ്വത്തിനും സർക്കാരിനും റോളില്ല. ഹൈക്കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കോടതികളുടെ അമിതമായ ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കണം. അത് താൻ നിയമസഭയിൽ തുടങ്ങിവെച്ചിട്ടുണ്ട്. അവിടെയാകുമ്പോൾ ആരെയും ഭയക്കേണ്ടതില്ല. പുറത്തു പറയുമ്പോഴാണല്ലോ കോടതി അലക്ഷ്യം വരികയെന്നും മുരളീധരൻ ചോദിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, രാജൻ J പല്ലൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KP അജയൻ, പീച്ചി വനഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് സുജന പാൽ, വടക്കുംനാഥ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഗുരുവായൂരിൽ 76-കാരിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കൃത്യം നടത്തിയത് ബലാത്സംഗ ശ്രമത്തിനിടെയെന്ന് പോലീസ്. ചേലക്കര സ്വദേശിനി വില്ലടത്ത് വീട്ടിൽ സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെരുമ്പാവൂർ സ്വദേശി ചിറ്റേത്ത് സുരേഷിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലിയട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്.
കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 9-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3-നാണ് ദാരുണമായ സംഭവം നടന്നത്. കൊല്ലത്ത് മകനോടൊപ്പം താമസിച്ചിരുന്ന സന്താനവല്ലി ഒരാഴ്ച മുൻപാണ് ഗുരുവായൂരിലെത്തിയത്. ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞു വരികയായിരുന്ന വയോധികയുമായി പ്രതിയായ സുരേഷ് പരിചയപ്പെടുകയായിരുന്നു. സുരക്ഷിതമായി താമസിക്കാൻ സ്ഥലം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇവരെ സുരേഷ് വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭക്ഷണം കഴിച്ച ശേഷം സുരേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. ഇതിനിടെ പ്രതി സന്താനവല്ലിയെ പിടിച്ചു തള്ളിയപ്പോൾ തല ചുമരിൽ ശക്തമായി ഇടിച്ചു. തുടർന്ന് ഇവർ മരിച്ചുവെന്ന് കരുതിയ പ്രതി കല്ലുകെട്ടി കിണറ്റിൽ തള്ളുകയായിരുന്നു. കൃത്യത്തിന് ശേഷം സുഹൃത്തുമായി മദ്യപിക്കുന്നതിനിടെയാണ് പ്രതി കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. സുഹൃത്ത് ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് ടെമ്പിൾ പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ശനിയാഴ്ച രാത്രി 12 മണിയോടെ കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തു. TCV ഗുരുവായൂർ. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ ഉലുവാമ്പട്ടി സ്വദേശി 27 വയസ്സുള്ള തമിഴഴകനാണ് മരിച്ചത്. തമിഴഴകനും സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം 13 പേരാണ് അവധി ആഘോഷത്തിന്റെ ഭാഗമായി ബീച്ചിലെത്തിയത്. സംഘത്തിലെ 4 പേർ കടലാക്രമണത്തെ വകവയ്ക്കാതെ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. അപകട സാധ്യത മനസ്സിലാക്കി മത്സ്യത്തൊഴിലാളികൾ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെ കരയ്ക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തമിഴഴകൻ ചുഴിയിലകപ്പെട്ടത്. നാട്ടുകാരും തീരദേശ പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് മൃതദേഹം സ്നേഹതീരം പാർക്കിന് തെക്ക് കരയ്ക്കടിഞ്ഞത്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാനപാതയിലെ കാഞ്ഞിരക്കോട് നിയന്ത്രണം വിട്ട ആംബുലൻസ് 3 പേർക്ക് പരിക്കുണ്ടാക്കി. വരവൂർ കുണ്ടുകാട്ടിൽ കുമാരൻ, ഭാര്യ ലളിത, വെട്ടുകാട്ടിൽ രഘു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരവൂരിൽ നിന്നും കുഴഞ്ഞു വീണ രോഗിയുമായി വരുന്നതിനിടെ എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുകയായിരുന്ന ആംബുലൻസ് സമീപത്തെ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ദേശീയപാത കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കാലിന് ഗുരുതര പരിക്കേറ്റ മലപ്പുറം എരമംഗലം സ്വദേശി ഉണ്ണികൃഷ്ണനെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കാളമുറി മേൽപ്പാലം ഇറങ്ങിയ ശേഷം സർവീസ് റോഡിലേക്ക് തിരിയുന്നതിനിടെ വഴിയമ്പലം മേൽപ്പാലം ഇറങ്ങിവന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. തെറ്റായ ദിശയിലേക്ക് ബസ് എടുത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടം നടന്ന ഉടൻ ബസ് ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി. കണിപ്പയ്യൂർ ബദനി കയറ്റത്തിൽ കാറും ബുള്ളറ്റും കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. ബുള്ളറ്റ് യാത്രികരായ വിങ്കടങ്ങ് കരിവന്തല സ്വദേശികളായ അക്ഷയ്, നിഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ ഭാഗത്തു നിന്നും കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന കാറിന് പുറകിൽ ഇതേ ദിശയിൽ വന്ന ബുള്ളറ്റ് ഇടിക്കുകയായിരുന്നു. കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൂട്ടനാട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ആനയൂട്ടിൽ 50ഓളം ഗജവീരന്മാർ പങ്കെടുക്കും. കർക്കിടകം 1-നാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50-ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. ആനയൂട്ടിന് 12,008 നാളികേരം, 2000 കിലോ അവിൽ, 2000 കിലോ ശർക്കര, 350 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ എന്നിവ ഉപയോഗിക്കും. കൂടാതെ ആപ്പിൾ, മുന്തിരി, കരിമ്പ്, ചെറുപഴം, തണ്ണിമത്തൻ, കരിക്ക്, പൈനാപ്പിൾ തുടങ്ങിയവയും എത്തിക്കും. ആനകൾക്ക് 500 കിലോ അരിയുടെ ചോറ് നൽകും. പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് നൽകുന്നത്. ആനകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന നാളിൽ ആനയൂട്ട് നടത്തുന്നത്. ആടയാഭരണങ്ങളില്ലാതെ ആനയൂട്ടിനെത്തുന്ന ഗജവീരന്മാരെ കണ്ട് ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള നിരവധി ആനപ്രേമികളാണ് തൃശൂരിലേക്ക് ഒഴുകിയെത്തുക. TCV തൃശൂർ. ഇടവേള. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory.
പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ പ്രസ് ക്ലബ് കെട്ടിടത്തിലെ തുണിക്കടയിൽ മോഷണം. താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന കടയിലാണ് ഷട്ടർ പൊളിച്ച് മോഷണം നടന്നത്. മേശയിലുണ്ടായിരുന്ന 1000 രൂപ കവർന്നു. സമീപത്തുണ്ടായിരുന്ന ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. ഞായറാഴ്ച രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാർ ഷട്ടർ പൊളിച്ച നിലയിൽ കണ്ടതിനെ തുടർന്ന് ടൗൺ ഈസ്റ്റ് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഈ വസ്ത്രവ്യാപാര സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. CCTV ക്യാമറകൾ കടയിൽ സ്ഥാപിച്ചിട്ടില്ല. അപകടങ്ങൾ ഒഴിവാക്കാൻ തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ ഫുട് ഓവർബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പൊതുയോഗം ആവശ്യപ്പെട്ടു. തൃശൂർ പാലക്കാട് പ്രധാന പാതയായ ഇവിടെ വാഹനത്തിരക്കേറെയാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ KA മാർട്ടിൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് CA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ, സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, CV അജി, PJ വർഗീസ്, KP രാധാകൃഷ്ണൻ, സോണി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിലെ ആമ്പലൂർ അടിപ്പാതയുടെ പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇളകിയ നിലയിൽ. പ്രശ്നത്തിൽ പ്രദേശവാസികൾ പലതവണ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ആമ്പല്ലൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻപിലുള്ള പാർശ്വഭിത്തിയുടെ അടിഭാഗത്തുള്ള കോൺക്രീറ്റ് ബ്ലോക്കാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. മഴ ശക്തമായതോടെ വെള്ളം ബ്ലോക്കുകൾക്കുള്ളിലൂടെയാണ് ഒഴുകുന്നത്. പാലത്തിൽ ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഇളക്കമുള്ള അടിഭാഗം ഇടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇളക്കമുള്ള മണ്ണിൽ ശരിയായ ബലപരിശോധന നടത്താതെയാണ് അടിപ്പാത നിർമ്മാണം തുടങ്ങിയതെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ആമ്പല്ലൂരിലെ അടിപ്പാത പണി പൂർത്തിയാവുകയും അനൌദ്യോഗികമായി വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തതുമാണ്. തമിഴ്നാട് നാമക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PST എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ നിശ്ചിത സമയത്ത് അടിപ്പാത പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതോടെ ഈ കമ്പനിയെ ദേശീയപാത അതോറിറ്റി തുടർന്നുള്ള കരാറുകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. TCV പുതുക്കാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. 185 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. മിഥുനമാസത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതിനാലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. 721 കുട്ടികൾക്ക് ചോറൂണും നൽകി. നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട വരിയായിരുന്നു. 4 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് നടന്നത്. 11 മണിവരെ ക്ഷേത്രത്തിനകത്തും പുറത്തും വൺ വേ സംവിധാനത്തിലൂടെയാണ് ഭക്തരെ നിയന്ത്രിച്ചത്. കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് ചേറ്റുപുഴ KLDC കനാലിൽ ഒഴുക്ക് നിലച്ചു. അരിമ്പൂർ മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന് ആശങ്ക. ആഴ്ചകളായി KLDC കനാലിൽ വന്നടിഞ്ഞ കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യണമെന്ന കർഷകരുടെ ആവശ്യത്തിന് ബന്ധപ്പെട്ടവർ ചെവി കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. KLDCയുടെ അനാസ്ഥയും അശ്രദ്ധയുമാണ് ഇതിന് കാരണമെന്നും പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും ചാലാടി പഴംകോൾ കൂട്ടുകൃഷി പാടശേഖര സമിതി സഹകരണ സംഘം പ്രസിഡന്റ് KK ശശിധരൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ചണ്ടിയും കുളവാഴയും നിറയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ തോതിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ, സെപ്റ്റംബർ മാസങ്ങളിലായി അരിമ്പൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലെയും നെൽകൃഷി ഇറക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലം സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കാർഷിക മേഖലയിലടക്കം പണികൾ വലിയ തോതിൽ വൈകാനും കൂടി ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ കൃഷിക്കാർ ഭയപ്പെടുന്നത്. മഴ പെയ്തുണ്ടാകുന്ന അധിക ജലം ചേറ്റുപുഴ കനാലിലൂടെയാണ് ഏനാമാക്കൽ ഫേസ് കനാൽ വഴി കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്.
കനാലിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞതോടെ മഴവെള്ളം ഒഴുകിപ്പോകുന്നത് നിലച്ചു. കനത്ത മഴ തുടർന്നാൽ ഇതുമൂലം അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാകും. അരിമ്പൂർ പഞ്ചായത്തിലെ നിരവധി പാടശേഖരങ്ങൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നെൽകൃഷി ഇറക്കാൻ ആവശ്യമായ പ്രവൃത്തികൾ തുടങ്ങുന്ന സമയമാണ്. ജലസേചന സൗകര്യങ്ങൾ മുടങ്ങി സമയബന്ധിതമായി നടക്കേണ്ട കൃഷിയിറക്ക് അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. TCV തൃശൂർ. ഇനി കളികാലം. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ തേരോട്ടം തുടരുന്നു. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെതിരെ 1-3 ഗോളുകൾക്ക് തകർത്ത് മെസ്സിപ്പട സെമി ഫൈനലിൽ കടന്നു. നോർവേയുടെ കുതിപ്പിന് വിരാമമിട്ട് ഇംഗ്ലണ്ടും അവസാന 4-ൽ ഇടം നേടി. സ്വിസ് ഗോൾ വലയിൽ 3 ഗോളുകൾ നിക്ഷേപിച്ചായിരുന്നു അർജന്റീനയുടെ വിജയ മാർച്ച്. 1 ഗോൾ തിരിച്ചടിച്ചെങ്കിലും സ്വിസ് നിര നിലവിലെ ചാമ്പ്യന്മാർക്ക് മുന്നിൽ കീഴടങ്ങി. ആക്രമണമാണ് ശൈലിയെന്ന് വ്യക്തമാക്കി മുന്നേറിയ അർജന്റീന മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ തന്നെ മുന്നിലെത്തി. മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നും അലക്സിസ് മാക് അലിസ്റ്റർ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. എന്നാൽ രണ്ടാം പകുതിയുടെ 67-ാം മിനിറ്റിൽ സ്വിറ്റ്സർലൻഡിന് വേണ്ടി എൻഡോയെ സമനില ഗോൾ നേടി. 72-ാം മിനിറ്റിൽ സ്വിസ് താരം ബ്രീത്ത് എംബോളയ്ക്ക് 2ാം മഞ്ഞക്കാർഡ് ലഭിച്ചതോടെ പുറത്തു പോകേണ്ടി വന്നു. തുടർന്ന് 10 പേരുമായി ചുരുങ്ങിയ സ്വിസ് നിര പ്രതിരോധ കോട്ട ശക്തമാക്കി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 1-1 തുല്യത പാലിച്ചോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. കളി തീരാൻ 8 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ അൽവാരസ് നേടിയ തകർപ്പൻ ഗോളിൽ അർജന്റീന 2-1 മുന്നിൽ കയറി. പിന്നാലെ ലൗട്ടാരോ മാർട്ടിനസ് 1 ഗോൾ കൂടി നേടി നിലവിലെ ലോക ചാമ്പ്യന്മാരുടെ സെമി പ്രവേശം ഉറപ്പാക്കുകയായിരുന്നു. അതേസമയം ആവേശകരമായ മറ്റൊരു ക്വാർട്ടർ പോരാട്ടത്തിൽ നോർവേയെ 1-2 ഗോളുകൾക്ക് മറികടന്നാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. ഇരട്ട ഗോൾ നേടിയ ജൂഡ് ബെല്ലിംഗ്ഹാമാണ് ഇംഗ്ലണ്ടിന്റെ വിജയശില്പി. മത്സരത്തിൽ ആദ്യം നോർവേയാണ് ലീഡ് നേടിയത്. 36-ാം മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൽഡറപ്പ് ടീമിനെ മുന്നിലെത്തിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ട് സമനില പിടിച്ചു. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇടംകാൽ ഷോട്ട് ഗോളിയെയും മറികടന്ന് വലയിലെത്തി. നിശ്ചിത സമയത്ത് 1-1 സമനില പാലിച്ചതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോർഗൻ റോജേഴ്സിന്റെ ഷോട്ട് നോർവേ ഗോൾ കീപ്പർ ഓർജാൻ നൈലാൻഡ് തടുത്തിട്ടെങ്കിലും റീബൗണ്ടിൽ ജൂഡ് ബെല്ലിംഗ്ഹാം അനായാസം വലയിലേക്ക് പന്ത് തട്ടിയിട്ട് ഇംഗ്ലണ്ടിന് സെമി ബെർത്ത് ഉറപ്പു നൽകി. ഇത് 4ാം തവണയാണ് ഇംഗ്ലണ്ട് ലോകകപ്പ് സെമിയിലെത്തുന്നത്. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി. ആദ്യ സെമി ഫൈനലിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. ബുധനാഴ്ച പുലർച്ചെ 12:30 മത്സരം. 2ാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടാണ് എതിരാളികൾ. വ്യാഴാഴ്ച പുലർച്ചെ 12:30 പോരാട്ടം. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പാലിയൂർ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ഭക്തിസാന്ദ്രം. തോമസ് ലീഹ തളിയകുളത്തിൽ തർപ്പണാത്ഭുതം നടത്തി. മാമോദീസ നൽകിയതിന്റെ ഓർമ്മയ്ക്കായാണ് തർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദ്വീപലിക്ക് ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകി. തളിയകുളത്തിൽ നടന്ന സമൂഹ മാമോദീസയ്ക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാപ്പ കേസ് പ്രതി MDMA-യുമായി പിടിയിൽ. കരുവന്നൂർ സ്വദേശി ഷമീറാണ് നെടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 25 ഗ്രാം MDMA കണ്ടെടുത്തു. നെടുപുഴ SI PC സിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ ഭാരത് മിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഭാരത് പെട്രോളിയം കമ്പനിയും അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബ്ബും സഹകരിച്ച് അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിൽ നിന്നും വാക്കത്തോൺ നടത്തി. കോർപ്പറേഷൻ കൌൺസിലർ സാജൻ C ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ടൗൺ വെസ്റ്റ് സബ് ഇൻസ്പെക്ടർ
സെലിസ് ക്രിസ്ത്യൻ രാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജയകുമാർ, സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, BBCL സെയിൽസ് ഓഫീസർ മധു മോഹൻ റാം, മാർക്കറ്റിംഗ് ഓഫീസർ ഡെന്നി ഡി കോയിക്കര തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി ചാവക്കാട് മണത്തലയിൽ നടന്നുവന്ന SSF ജില്ലാ സാഹിത്യോത്സവത്തിന് സമാപനം. സാഹിത്യോത്സവിൽ കയ്പമംഗലം ഡിവിഷൻ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ആതിഥേയരായ ചാവക്കാട് ഡിവിഷൻ 2ാം സ്ഥാനം നേടി. തൃശൂർ, വടക്കാഞ്ചേരി ഡിവിഷനുകളിൽ 3ാം സ്ഥാനം പങ്കിട്ടെടുത്തു. സമാപന ചടങ്ങിൽ സയ്യിദ് ഫസൽ തങ്ങൾ അവാർഡ് ദാനം നിർവഹിച്ചു. മുഹമ്മദ് ഷാഫി ഖാദിരി അധ്യക്ഷനായിരുന്നു. SSF സംസ്ഥാന സെക്രട്ടറി KP അനസ്, KM മുഹമ്മദ് അനസ്, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ഇന്റർസ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ജമ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയ ആൻസി ജോർജിന്റെ വസതിയിൽ അഭിനന്ദനവുമായി മന്ത്രി OJ ജനീഷ് എത്തി. പുതിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കായിക താരങ്ങൾക്കുള്ള കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പീപ്പിൾ ഫൗണ്ടേഷൻ ചെയർമാൻ സലീഷ് തണ്ടാശ്ശേരി, DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, നാട്ടിക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM സിദ്ദിഖ് എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. റംബൂട്ടാൻ, ഞാവൽപ്പഴം, പേരയ്ക്ക എന്നിവയ്ക്ക് പിന്നാലെ പച്ച ഈന്തപ്പഴവും തെരുവോര കച്ചവടത്തിൽ പ്രിയ ഇനമാകുന്നു. ചാലക്കുടിയിലെ പ്രധാന റോഡിലല്ല മറ്റു പഴങ്ങൾക്കൊപ്പം ക്രിമി എന്ന അറബി പേരിൽ അറിയപ്പെടുന്ന പച്ച ഈന്തപ്പഴം വിൽപ്പനയ്ക്കെത്തിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഫ്രൂട്ട് സ്റ്റാളുകളിൽ ഇവയുടെ വിൽപ്പനയുണ്ടെങ്കിലും നിരത്തിലെ ഇനമാകുന്നത് ഇതാദ്യം. 2 ആഴ്ച മുൻപ് കച്ചവടം തുടങ്ങുമ്പോൾ കിലോയ്ക്ക് 140 വില ഇപ്പോൾ 20 രൂപ കുറഞ്ഞു. നിരവധി പോഷകങ്ങളടങ്ങിയ പച്ച ഈന്തപ്പഴത്തിന്റെ ഉപയോഗം വിനോദസഞ്ചാരികളും ഏറ്റെടുക്കുകയാണ്. സ്വർണ്ണ നിറത്തിലുള്ളവയാണ് കൂടുതലും വിപണിയിലെത്തുന്നത്. തവിട്ടു നിറത്തിലുള്ളതും കാണാം. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ നിന്നും കേരളത്തിൽ കൊണ്ടുവരുന്ന ഇവയുടെ അളവ് ഗണ്യമായി കൂടിയെന്ന് കച്ചവടക്കാർ പറയുന്നു. കോട്ടയം ജില്ലയിൽ ചില സ്ഥലത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ച ഈന്തപ്പഴ കൃഷിക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ചാവക്കാടും ഈന്തപ്പന കൃഷി പരീക്ഷിക്കുന്നു. വീടിന്റെ തൊടികളിലും പച്ച ഈന്തപ്പന വളർത്തുന്ന പ്രവണത കൂടുകയാണ്. TCV ചാലക്കുടി. ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് ഫെഡറേഷനായ UIBFFന്റെ പ്രവർത്തനങ്ങൾ ഇനി സാംസ്കാരിക നഗരിയിലും. ജില്ലാ ഘടകത്തിന്റെ ലോഞ്ചിംഗ് തൃശൂരിൽ നടന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് ഫെഡറേഷനാണ് UIBFF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യുണൈറ്റഡ് ഇന്റർ കോണ്ടിനെന്റൽ ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് ഫെഡറേഷൻ. ഫിറ്റ്നസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബോഡി ബിൽഡർമാർക്കും വേണ്ടിയുള്ള പരിശീലനങ്ങളും മത്സരങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഫെഡറേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സംഘടനയുടെ സംസ്ഥാന ഘടകം ഏപ്രിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ഘടകം തൃശൂരിൽ ആരംഭിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന ലോഞ്ചിംഗ് ചടങ്ങ് MLA രാജൻ J. പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. UIBFF സംസ്ഥാന പ്രസിഡന്റ് ക്ലീറ്റസ് പോൾ അധ്യക്ഷത വഹിച്ചു. മുൻ മിസിസ് കേരള ഡോക്ടർ റോമ S. വാസ്വാനി, MR ഇന്റർനാഷണൽ ഫിറ്റ്നസ് സെന്റർ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് റാഫി എന്നിവർ വിശിഷ്ട അതിഥികളായി. UIBFF സംസ്ഥാന ചെയർമാൻ ഡോക്ടർ PV സുരേഷ്, ട്രഷറർ ജോബിൻ ജോസ്, സീനിയർ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് ഷാജഹാൻ അന്നിക്കര, ജഡ്ജസ് കമ്മിറ്റി ഹെഡ് ജിജു ജോർജ്, RMGO ഫിറ്റ്നസ് ഫൗണ്ടർ രാജൻ, ഇന്റർനാഷണൽ ബോഡി ബിൽഡർ ഷാൻ സാമ്രാട്ട് എന്നിവർ സന്നിഹിതരായി. UIBFF തൃശൂർ ചെയർമാനായി മുഹമ്മദ് റാഫിയെയും വനിതാ വിഭാഗം മേധാവിയായി ഡോക്ടർ റോമ S. വസ്വാനിയെയും ചടങ്ങിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇന്ത്യ, ഏഷ്യ, വേൾഡ്, യൂണിവേഴ്സ് തല മത്സരങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ വരും നാളുകളിൽ സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി മിസ്റ്റർ തൃശൂർ ചാമ്പ്യൻഷിപ്പും നടക്കും. UIBFF സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ജനുവരി 30-31 തീയതികളിൽ എറണാകുളത്ത് അരങ്ങേറും. CPI തൃശൂർ മണ്ഡലം ഏകദിന ക്യാമ്പ് ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈപ്പിടിയിലൊതുക്കി ഫാസിസ്റ്റ് നയങ്ങൾ അടിച്ചേൽപ്പിക്കുവാനാണ് രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കൌൺസിൽ അംഗം P. ബാലചന്ദ്രൻ, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB. സുമേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി P. ഗോപിദാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS. ജയ, AISF ദേശീയ കൌൺസിൽ അംഗം അലൻ പോൾ വർഗീസ് എന്നിവർ ക്ലാസ് എടുത്തു. വരവൂർ പിലാക്കാട് കൂട്ടുകാരുമൊത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവതി മരിച്ചു. ദേശമംഗലം വറവട്ടൂർ സ്വദേശി വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ 19 വയസ്സുള്ള ഹസനയാണ് മരിച്ചത്. പിലാക്കാടുള്ള ബന്ധുവീടുകളിൽ വിരുന്നു വന്ന ഹസ്ന കൂട്ടുകാരുമൊത്ത് വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങുകയായിരുന്നു. തുടർന്ന് ബഹളം കേട്ട് പ്രദേശത്തുള്ളവർ ഓടിയെത്തിയപ്പോഴാണ് അപകട വിവരം അറിയുന്നത്. ഉടൻ തന്നെ
ഇവർ രണ്ടുപേരെ രക്ഷപ്പെടുത്തി. പിന്നീട് എരുമപ്പെട്ടി പോലീസും ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിലാണ് ഹസ്നയുടെ മൃതദേഹം കണ്ടെത്തിയത്. റെസിഡൻസ് അസോസിയേഷനുകളുടെ ദേശീയ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ പ്രഥമ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം തൃശൂരിൽ നടന്നു. രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ധീരജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പുതുക്കുടി മുരളീധരൻ, ഭാരവാഹികളായ സൈനുദ്ദീൻ, സനൽകുമാർ, ഹരിദാസ്, PD അനിൽ എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭിച്ചു. ശാസ്താവിന് 108 കരിക്കഭിഷേകത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായുള്ള 24ാമത് ശ്രീശാസ്ത സംഗീതോത്സവം കർണാടക സംഗീതജ്ഞ മീര രാമോഹൻ ഉദ്ഘാടനം ചെയ്തു. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ അധ്യക്ഷത വഹിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ AP സുരേഷ് ബാബു, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U. അനിൽകുമാർ, സമിതി ജോയിന്റ് സെക്രട്ടറി K. സജീവ്, പ്രസിഡന്റ് M. മനോജ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തിനെതിരെ പ്രതിരോധമുയർത്തി തൃശൂർ അതിരൂപത ടൗൺ ഹാളിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും വിശ്വാസികളെയും അണിനിരത്തി പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. തൃശൂരിൽ നടക്കുന്നത് UNA സ്പോൺസേഡ് പൊറാട്ട നാടകമെന്ന് ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. ക്ഷേത്രഭരണത്തിൽ കോടതികളുടെ ഇടപെടലിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം മന്ത്രി K. മുരളീധരൻ. ശബരിമലയിൽ ഏത് പൂവ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. എല്ലാ കാര്യത്തിലും കോടതി ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും മുരളീധരൻ. ഗുരുവായൂരിൽ 76-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ബലാത്സംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന് പോലീസ്. കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് മദ്യപാന സദസ്സിലെ വെളിപ്പെടുത്തലിൽ. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി തമിഴഴകനാണ് മരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ തകർത്ത് അർജന്റീന സെമി ഫൈനലിൽ. നോർവേയുടെ കുതിപ്പിന് വിരാമമിട്ട് അവസാന 4-ൽ ഇടം നേടി ഇംഗ്ലണ്ട്. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. അർജന്റീനയ്ക്ക് എതിരാളികൾ ഇംഗ്ലണ്ട്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് നിയന്ത്രണം വിട്ട ആംബുലൻസ് ഇടിച്ച അപകടം. 3 പേർക്ക് പരിക്ക്. കയ്പമംഗലം പനമ്പിക്കുന്നിൽ KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.